മഴക്കാലത്തുണ്ടാകുന്ന കീടശല്യങ്ങളെ നിയന്ത്രിക്കാനും നമ്മൾ മഴക്കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങൾ കൊടുക്കുന്ന പരിപാലനം എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഈ മഴക്കാലത്താണ് നമുക്ക് പുതിയ തൈകൾ വെച്ച് വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ മഴക്കാലത്ത് വെച്ച് വേര് പിടിപ്പിച്ച തൈകളെ കീടശല്യങ്ങളിൽ നിന്നും എങ്ങനെ നിയന്ത്രിച്ച് നിർത്താമെന്ന് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോയാണ്. മഴക്കാലത്ത് നമ്മുടെ വാഴയ്ക്ക് കൂടുതലായി കണ്ടുവരുന്ന വാഴയുടെ വേര് ചീഞ്ഞ് പോവുക. അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ടായാലും പിന്നെ തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം നമ്മുടെ വാഴയുടെ വേരുകളൊക്കെ ചീഞ്ഞ് പോകുന്ന, അപ്പോൾ അതൊരു രോഗമാണ്. അപ്പോഴൊരു കീടശല്യം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ വേര് ചീഞ്ഞ് പോകുന്ന, നമ്മൾ അതിന് പരിഹാരമായി വളങ്ങൾ, രാസവളങ്ങളോ മറ്റ് വളങ്ങളോ ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. മഴ നല്ല കനത്ത മഴയും വെള്ളക്കെട്ടി നിൽക്കുന്ന സമയത്ത് വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്ന് കുറച്ച് ഇടവിട്ട് 2 വെയിലൊക്കെ കിട്ടിയതിന് ശേഷമേ വളങ്ങൾ ചെയ്ത് കൊടുക്കാവൂ. കീടങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കാൻ കുമ്മായമല്ല, ഡോളോമേറ്റാണ്. ഇതെങ്ങനെയാണ് നമുക്ക് വാഴയ്ക്ക് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വാഴയുടെ ചുവട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞ് കളകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ മൺമട്ടി കൊണ്ട് തടവൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഒരു വാഴയ്ക്ക് ഒരു 250 ഗ്രാം എങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ ദൂരെ കൂട്ടി ഒരു അകലം, 1-1.5 അടി അകലത്തിൽ തടത്തിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ കുമ്മായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഡോളോമേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി 3-4 ദിവസമെങ്കിലും എടുത്തേ മണ്ണിൽ നല്ലപോലെ വിഘടിച്ച് ലയിച്ച് ചേരുകയുള്ളൂ. ഡോളോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് പിടിക്കാൻ സാധിക്കും. ഒരു ചെറിയ മഴ പെയ്ത് ചെറിയ കാറ്റിൽ തന്നെ വാഴകളൊക്കെ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോകേണ്ട കാരണം അതിൻ്റെ വേരിൽ കീടങ്ങളൊക്കെ ശല്യം കൊണ്ട് വേരൊക്കെ നല്ലതുപോലെ ചീഞ്ഞ്, അതുപോലെ തണ്ടൊക്കെ ചീഞ്ഞ് പോയി തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കാറ്റടിക്കുമ്പോൾ വാഴ ഒടിഞ്ഞ് വീഴുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ മഴ സമയത്ത് നമ്മൾ കുമ്മായപ്പൊടിയോ ഡോളോമേറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് വാഴയെ നല്ലപോലെ ഒന്ന് സംരക്ഷിക്കാൻ കഴിയും. വാഴയ്ക്ക് മാത്രമല്ല, ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഇത് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ഒരു നീലക്കാന്താരിയാണ്. പുതിയ നട്ട് വേര് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നട്ട് വെച്ചേക്കുന്നതിലൊരു ശകലം ഒരു 10 ഗ്രാമോ 20 ഗ്രാമോ വരുന്ന രീതിയിൽ നമ്മളൊന്ന് ദൂരെ കൂട്ടി ഇട്ട് കൊടുക്കുക. ഇതൊരു വെറൈറ്റി കാന്താരിയാണ്, നീല കളറിലെയാണ്, പുതിയതായിട്ട് കിട്ടിയതാണ്, ഒരു ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ അതൊക്കെ സംരക്ഷിച്ച് നിർത്തുക. ഇത് കുറച്ച് നാടൻ കാന്താരിയും വെള്ളക്കാന്താരിയുടെ ഇതാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അകലം കൂട്ടി ചുവട്ടിൽ നിന്ന് കുറച്ച് അകലം മാറ്റി ഇത് ഇട്ട് കൊടുക്കുക. കുമ്മായപ്പൊടി ആയാലും ഇങ്ങനെ ചെയ്യാവൂ. ഇത് വിയറ്റ്നാം പ്ലാവാണ്. പ്ലാവിൻ്റെ മൂടൊന്ന് നല്ലപോലെ ക്ലിയറാക്കി അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക. മഴക്കാലത്തുണ്ടാകുന്ന കീടശല്യങ്ങളും രോഗങ്ങളിൽ നിന്നും നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ അവ പിന്നീട് നല്ല മഴ കഴിയുമ്പം നമ്മുടെ ആരോഗ്യത്തോടെ വളർന്നു വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടും. മഴ സമയത്ത് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന ഇതിനേക്കാൾ കൂടുതൽ കീടങ്ങൾ ബാധിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് മണ്ണ് നടുന്ന ചെടികൾക്കാണ്. അപ്പോൾ നമ്മൾ തറയിലുള്ള ചെടികൾക്കാണ് കൂടുതൽ കുമ്മായവും ഡോളോമേറ്റൊക്കെ കൊടുക്കേണ്ടത്. അവിടെയാണ് വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് രോഗങ്ങൾ കൂടാനും ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.